ഉത്സവ സീസണിനോടനുബന്ധിച്ച് എല്ലാവിധ സർവീസുകളുടെയും നിരക്ക് KSRTC വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 10,000-കണക്കിന് മലയാളികൾ കഴിയുന്ന ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാക്ലേശം വളരെ കൂടുതലാണ്. ഉത്സവ സീസണുകളിലാണെങ്കിലും ടിക്കറ്റ് നിരക്ക് കൂടി 10 മടങ്ങ് വർദ്ധിക്കുന്നതും സഹിക്കണം. പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരാൻ കേരളത്തിലേക്ക് പുതിയ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക RTC. കോഴിക്കോട്, കോട്ടയം എന്നിവിടങ്ങളിലേക്ക് non-AC സ്ലീപ്പർ ബസ്സുകളുടെ സർവീസാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്മസ് അവധിക്കാലം കൂടി മുന്നിൽ കണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ബസ് സർവീസുകൾ പ്രഖ്യാപിച്ചത്. അവധിക്കാലമായതിനാൽ തന്നെ സർവീസുകൾ ഹിറ്റാകുമെന്നും RTC അധികൃതർ പ്രതീക്ഷിക്കുന്നു. രാത്രി ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം കേരളത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടേക്കുള്ള സർവീസാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോട്ടയത്തേക്കുള്ളത് അധികം വൈകാതെ ആരംഭിക്കും. പല്ലക്കി ബസ്സുകളാണ് കർണാടക RTC കേരളത്തിലേക്ക് ഓടിക്കുക. 950 രൂപയാണ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റിന്റെ നിരക്ക്. വാരാന്ത്യങ്ങളിൽ പക്ഷേ ഇതായിരിക്കില്ല നിരക്ക്. ബംഗളൂരുവിലെ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദിവസവും രാത്രി 8:45 പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 5:45 കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തും. കേരളത്തിൽ മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലും ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടാകും. കോഴിക്കോട് നിന്ന് രാത്രി 9:15 പുറപ്പെടുന്ന ബസ് അടുത്ത ദിവസം രാവിലെ 5:25 ബംഗളൂരുവിലെത്തും. അതേസമയം ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾക്കായി നാട്ടിലെത്താനൊരുങ്ങുന്ന മലയാളികൾ ഒന്ന് വിയർക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. റിസർവേഷൻ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ തീർന്നു. ആയിരക്കണക്കിന് മലയാളികളെയാണ് ഇത് വലയ്ക്കുക. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഡിസംബർ 20 മുതൽ സ്ലീപ്പർ ടിക്കറ്റില്ല. ചില ദിവസങ്ങളിലെ വെയിറ്റിംഗ് 173 കടന്നു. ബംഗളൂരു എറണാകുളം എക്സ്പ്രസിൽ വെയിറ്റിംഗ് 114 മുതൽ 228 വരെയാണ്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ 290 വെയിറ്റിംഗ്. മുംബൈയിൽ നിന്ന് വണ്ടികളിലും ടിക്കറ്റ് തീർന്നു. നേത്രാവതി എക്സ്പ്രസിൽ 20 മുതൽ സ്ലീപ്പറിലും തേർഡ് AC-യിലും ടിക്കറ്റ് കിട്ടാനില്ല. ആഴ്ച വണ്ടികളായ വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസിലും സ്ഥിതി ഇതുതന്നെയാണ്. ചെന്നൈ മംഗളൂരു മെയിലിൽ വെയിറ്റിംഗ് 164 എത്തി. വെസ്റ്റ് കോസ്റ്റിൽ 67 ബംഗളൂരു മലയാളികൾ ഉൾപ്പെടെ ക്രിസ്മസ്, പുതുവർഷ അവധിക്ക് നാട്ടിൽ വരാൻ പ്രത്യേക ഉത്സവ ട്രെയിനുകൾ തുടങ്ങണമെന്ന് സുധാകരൻ MP ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ആഘോഷ സീസൺ കണക്കിലെടുത്ത KSRTC-യിലും അന്തർ സംസ്ഥാന സർവീസുകളുടെ നിരക്കിലും വർധനവുണ്ടായിരുന്നു. ഫ്ലെക്സി നിരക്ക് സംവിധാനം അനുസരിച്ചാണ് ടിക്കറ്റ് നിരക്കുകളിൽ വർധനവുണ്ടായത്. ടിക്കറ്റ് നിരക്കിൽ 56% വരെ വർധനയുള്ളതായി യാത്രക്കാർ പറയുന്നു. വാരാന്ത്യങ്ങളിലും തിരക്കേറിയ ഉത്സവ സീസണുകളിലും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്ന ഫ്ലെക്സി സംവിധാനം 2 വർഷം മുമ്പാണ് KSRTC അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരം ബംഗളൂരു AC മൾട്ടി ആക്സൽ സർവീസിന്റെ ടിക്കറ്റ് നിരക്ക് 1360 രൂപയിൽ നിന്ന് 2291 രൂപയായും AC സ്ലീപ്പർ ബസ്സുകളെ ടിക്കറ്റ് നിരക്ക് 1700 രൂപയിൽ നിന്ന് 2591 രൂപയുമായി ഉയർത്തി. KSRTC-യുടെ എല്ലാ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ടിക്കറ്റ് നിരക്കിൽ വർധനയുള്ളതായി യാത്രക്കാർ പറയുന്നു. ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെയുള്ള സർവീസുകൾക്കാണ് കോർപ്പറേഷൻ ഫ്ലെക്സി നിരക്കുകൾ ഈടാക്കുന്നത്. ഫ്ലെക്സി സംവിധാനം ആരംഭിച്ചപ്പോൾ ടിക്കറ്റ് നിരക്കിൽ 10 മുതൽ 20% വരെ വർധനവുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇഷ്ടാനുസരണം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ ബസ്സുകളെ ഉപേക്ഷിക്കുന്ന യാത്രക്കാർ ആശ്രയിക്കുന്നത് KSRTC-യാണ്. അതേസമയം ഫ്ലെക്സി നിരക്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ് നിരക്കിനേക്കാൾ വളരെ കുറവാണെന്നാണ് KSRTC-യുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.